ഗൃഹോപകരണ വിൽപ്പന രംഗത്ത് 21 വർഷക്കാലത്തെ വിശ്വസ്തയോടെ നിങ്ങൾക്കൊപ്പം പുലരി എന്റർപ്രൈസസ്, റാസ കോംപ്ലക്സ്, തൃക്കരിപ്പൂർ. എ ടു സെഡ് ഗൃഹോപകരണങ്ങൾ ഞങ്ങളിലൂടെ നിങ്ങൾക്കായി. മികച്ച വിൽപ്പനാനന്തര സേവനത്തോടെ പ്രീതി, സുജാത, ബട്ടർഫ്ലൈ, പാനാസോണിക്, പ്രസ്റ്റീജ്, പോളാർ, ആറ്റംബർഗ് തുടങ്ങി എല്ലാത്തരം മുൻനിര ബ്രാൻഡുകളുടെയും മികച്ച ഗൃഹോപകരണങ്ങൾ മിതമായ നിരക്കിൽ സ്വന്തമാക്കാൻ പുലരി എന്റർപ്രൈസസ്, റാസ കോംപ്ലക്സ്, തൃക്കരിപ്പൂർ. എടി സുജേ, പൈസ എടാ വെച്ചിനി? എൻ്റെ പൈസയൊന്നുമില്ല. ഇന്ന് രാവിലെ വരെ എൻ്റെ പൈസ ഉണ്ടായില്ല. നിങ്ങൾക്ക് കള്ളുടിക്കാനല്ലേ? എൻ്റെ പൈസയൊന്നുമില്ല. നിന്റെ കയ്യിൽ പൈസ ഇല്ല അല്ലേ? നിനക്ക് ഞാൻ കാണിച്ചു തരാം. അമ്മ, അച്ഛൻ എന്ത് ഇങ്ങനെ? നമുക്കെന്ന മക്കളെ ഇങ്ങനത്തെ വിധി. എന്തെന്നോളെ, എന്തെന്ന് പ്രശ്നം? എത്ര ആലോചന വന്നതാണ് എന്റെ മോക്ക്. അവസാനം ഈ ഗതിയായി പോയത്. സാരമില്ല. മോളിങ്ങോട്ട് വന്നേ. അച്ചാച്ചന്റെ കയ്യില് ഇതേ ഉള്ളൂ. ഉത്സവല്ലേ, നല്ല കുപ്പായം വാങ്ങണം. എന്നാ ഞാൻ നിൽക്കുന്നില്ല. കുട്ടാ, അച്ഛനില്ലടാ. സുജയ്, സതീശനില്ലേ? സുജേ, നമ്മൾ വന്നത് എനിക്കറിയില്ലേ? കളിയാട്ടത്തിൻ്റെ പിരിവ് കുറച്ച് തന്നാൽ തന്നെ അത് തീരുമല്ലേ? നിങ്ങളെ ബുദ്ധിമുട്ട് നമുക്കറിയാം. മോളെ, ആ പൈസ ഇങ്ങടുത്തെ. അമ്മ, ഇത് അച്ഛൻ കുപ്പായം മേടിക്കാൻ തന്നതല്ലേ, ഇത് കൊടുക്കണ്ട. ഇത് 2000 ഉണ്ട്, ബാക്കി പിന്നെ എടുക്കാം. സുജേച്ചി, അത് നിങ്ങനെ വെക്ക്. പിരിവ് നമ്മൾ സതീഷിനോട് വാങ്ങിച്ചോളൂ. കാശ, നീ എന്ത് പണിയാ എടുത്തത്? ഇനി ആ സതീശൻ്റെ ₹1 കിട്ടുമോ? നീ കിട്ടുന്ന പൈസ ഒന്ന് വാങ്ങിക്കലല്ലേ? അവർ പിരിവ് കിട്ടിയിട്ടില്ലെങ്കിൽ കളിയാട്ട് ഭംഗിയായിട്ടാണ്. ആ പൈസ കുഞ്ഞിന് ഡ്രസ്സ് എടുത്തോട്ടോ. എടി സുജേ, ഇവിടെ കഞ്ഞിയും വെള്ളം ഒന്നും ഉണ്ടാക്കിട്ടേ? എല്ലാം ഉണ്ടാക്കിയതെല്ലാം നിങ്ങയും മക്കളും തിന്നാ. എന്തേ ഞാൻ ചോദിച്ചോ കേട്ടിട്ടേ? എനിക്ക് മിണ്ടാട്ടം മുട്ടിപ്പോയാ? അതെ, മിണ്ടാട്ടം മുട്ടിട്ടന്നില്ലേ? നാണോ മാനം കെട്ടിട്ട് തൊഴിലുറപ്പിന് വാങ്ങുന്നില്ല, പിരിവിന്റെ പൈസ കൊടുക്കാൻ. പിരിവാ? കളിയാടത്തിന്റെ പിരിവാ? അയ്യോ, ഇതിന്റെ പണി നോക്കണേ. വണ്ടി കൊടുക്കാൻ പൈസ ഇല്ലാത്തോണ്ടൊന്നും മോളെ നടക്കുന്നേട്ടാ. അത് പ്രശ്നമില്ല അമ്മ, അത് പ്രശ്നമില്ല. അമ്മ എന്തെങ്കിലും വാങ്ങിത്തരാട്ടോ. നീ അടില്ലേണേ? ഞാൻ മീറ്റിങ്ങിനൊക്കെ വരാം. ഒരു മിനിറ്റ് വിളിക്കാ. സുജേ, ഇടത്തേക്ക് നിങ്ങൾ വനിതാ കമ്മിറ്റി മീറ്റിംഗ് ഒന്നും കാണലേ ഇല്ലല്ലോ. തീരെ സുഖം ഉണ്ടായിട്ടാ രജനി. ഇന്നലെ മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഡ്രസ് കോഡെല്ലാം ആക്കുന്നുണ്ട്.
എനിക്കാണെങ്കിൽ രമേശ് ചേട്ടൻ 1500 റുപ്യ തന്നെ തന്നിന്, നല്ല സാരി തന്നെ വാങ്ങിക്കോന്ന് പറഞ്ഞിട്ട്. അതൊക്കെ അവരെല്ലാം പറയുന്നത് 600-ന്റെ സാരി മതി എന്നാ പറയുന്നത്. നീ പിരിവെല്ലാം കൊടുത്താ? എൻ്റെ രമേശ് ചേട്ടൻ അന്നേ പിരിവെല്ലാം കൊടുത്തു. ഇനിയിപ്പോൾ ആ ഡ്രസ് കോഡിൻ്റെ പൈസയെ കൊടുക്കാനുള്ളൂ. രമേശ് ചേട്ടൻ വരാൻ സമയമായി, ഞാൻ പോന്നിട്ടാ. സതീശേട്ടാ, സതീശേട്ടാ ഒരു ഷെയറിനുണ്ടാ? 2 ഷെയറുടെ കഴിഞ്ഞ്. നീ പോപ്പോ, ഞാനൊരു സാധനത്തിന് അയച്ചിട്ടുണ്ട്. 1 ലിറ്റർ സാധനത്തിന് ഒരു കഴുതിന് അയച്ചിന്. സാധനം കൊടുത്തു. സതീശേട്ടാ, ഏടി സാധനമില്ല, എല്ലായിടത്തും പോയി മടങ്ങി വന്നു. എന്താ പൈസ ഇതാ. സതീശൻ അവിടെ ഉണ്ടാവും, നമുക്ക് അവിടെ പോയിട്ട് കണ്ടിട്ട് വരാം. വാ. എന്നാ പിന്നെ സതീശ. ഏട്ടാ സതീശ, നമ്മൾ വീട്ടിൽ പോയിന്. പിരിവിൻ്റെ പൈസ. എത്ര പിരിവിൻ്റെ പൈസ? ഇതാ പിടിക്കേ. ഇനി 2 ദിവസം കൊണ്ട് ബാക്കി തരാം. നാളെ മുതൽ ഞാൻ പണിക്ക് പോലായി. ആയിക്കോട്ടെ സതീശ, നീ 2 ദിവസം കഴിഞ്ഞിട്ട് തന്നാൽ മതി. സുജേ, സുജേ കളിയാട്ടമല്ലേ? ഞാൻ 2 ആൾക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ എനിക്കൊരു സാരി എടുത്തിട്ടുണ്ട്. പിന്നെ ആ പിരിവിൻ്റെ പൈസ ഞാൻ കൊടുത്തിട്ടാ. പിന്നെ അതിൻ്റെ ഡ്രസ് കോഡിൻ്റെ പൈസ രജൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. പോരെ? എന്റെ പടക്കത്തി നീ എന്റെ പ്രാർത്ഥന കേട്ടു.